ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് യാത്ര പോവാം നാട്ടിലേക്ക്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും കൈ പിടിക്കും കുറച്ച് ഇഡ്ഡലി, അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്. ഇഡ്ഡലി മാവ് മീൻസ് ഇപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും പറ്റുന്ന മാവ്. ഞാൻ ഇന്നാൾ കാണിച്ചത് അത് രണ്ടിനും പറ്റുന്ന മാവാണ് കേട്ടോ. അപ്പോൾ പലരും അതിന് സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് പൊന്നി റൈസ് എങ്ങനെയെന്നൊക്കെ. പൊന്നി റൈസ് നമ്മളിപ്പോൾ കടയിൽ ഇഡ്ഡലി റൈസ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് അപ്പോൾ ഞാൻ ആ മാവ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മാവ് കൊണ്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ എനിക്ക് അന്ന് പറയാനൊക്കെ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ദേ ആ മാവ് തന്നെയാണ്. അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് ഇഡ്ഡലി. പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം, പല ഇക്വേഷനിൽ ഉണ്ടാക്കാം. അപ്പോൾ ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരണം, അതാണ് അതിൻ്റെ മെയിനായ കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്താ ചെയ്തത്, ഇപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ സ്പൂൺ മുക്കിയിട്ട് ഇഡ്ഡലി അടർത്തി എടുത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചട്നി അരയ്ക്കുക. ചട്നിക്ക് നാളികേരം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കപ്പിൽ ഞാനൊരു 4 കപ്പോളം ഏകദേശം നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടുകടല 1 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് കുറച്ച് ചുട്ട മുളക്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നിക്ക്. പിന്നെ ചുവന്ന മുളക് ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ഒരിത്തിരി സവാള പകുതി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് പുളി കുറഞ്ഞ തൈര് കുറച്ച്, അതായത് ഒരു 5 ടേബിൾ സ്പൂണോളം ചേർക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ കൂട്ടി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്കിങ്ങനെ കാച്ചി ഒഴിക്കാം. കടുക്, ഉലുവ, കറിവേപ്പില, വറമുളക് ഇത്രയും വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്ത് ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ചട്നിയാണ്. അപ്പോൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഒക്കെ പറ്റും ഈ ചട്നി കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയാണ്. അപ്പോൾ യാത്ര കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോകേണ്ടിണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ കയറും. ചിലപ്പോൾ കാപ്പിയൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ കഴിക്കും. രാവിലെ മഞ്ഞുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ പോകും തോറും ക്ലൈമറ്റ് മാറിക്കൊണ്ട് ചൂട് കൂടി വരുന്നുണ്ട്. അങ്ങനെ ശരവണ ഭവനിൽ കയറി. അങ്ങനെ വലിയ പപ്പടം അപ്പളാണ് കേട്ടോ. അവിടെ കയറി കഴിഞ്ഞാൽ അതാ കിട്ടുക. പിന്നെ തൈരമുളക് ചോറ്, ഒരച്ചാറ്, പിന്നെ ഒരു തോരൻ, മോര് കാച്ചിയത്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സാമ്പാർ, രസം, തൈര് കണ്ട. പിന്നെ ഒരു പായസം ഉണ്ട്, സാബുനരിയുടെ പായസമാണ് കേട്ടോ. കണ്ട, അത് നല്ല തിക്കായിരിക്കും ആ പായസം. അതിലൊരു പപ്പട കഷ്ണം വീണു, അതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു 2 ഇഡ്ഡലി കഴിച്ചിറങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി ആവാനായിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി. കൊണ്ട് തരുമ്പോൾ ഇതൊരു ഭംഗിയായിരുന്നു കേട്ടില്ലേ, പ്ലേറ്റൊക്കെ കാണാനായിട്ട്. പിന്നെ നാട്ടിലെത്തിയപ്പോഴത്തെ കാര്യം ഇതാണ്, ഉത്സവമാണ് കണ്ടോ. ആശേരി അമ്പലത്തിൽ ഉത്സവമാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ആശേരി അമ്പലത്തിൽ ഉത്സവമാണ്. ഓരോ വർഷവും നാട്ടുകാരൊക്കെ കാത്തിരിക്കുന്ന ഒരു നിമിഷങ്ങളാണത്. അപ്പോൾ ഓരോരോ ദേശത്ത് ഓരോരോ ഉത്സവങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അത് നടത്തും. എല്ലാവർക്കും അതൊരു സന്തോഷമല്ലേ, ഒന്നിച്ച് കൂടി ആടി കണ്ടില്ലേ, എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പോൾ ഓരോരോ വർഷങ്ങൾ ചെല്ലുന്നതോറും അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, പൂക്കാവടി ഒക്കെ മാറി, പിന്നെ അതുപോലെ ഇൻസ്ട്രുമെൻസൊക്കെ മാറിയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ വളരെ രസം. വിദേശത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. നന്ന ചെറുപ്പത്തിലൊക്കെ ഈ കാവടിയുടെ ഇടയിൽ കൂടെ എന്തെല്ലാം വാങ്ങിച്ച് നമ്മൾ നടന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കാലം, ആ ചെറു പ്രായത്തിലാണ് ഇതൊക്കെ കൂടുതൽ ആസ്വദിക്കുക. അതിൻ്റെ ഇടയിൽ ആരും അവരെ അങ്ങനെ കൺട്രോൾ ചെയ്യില്ല ഒരു കാര്യത്തിൽ. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പൈസയൊക്കെ വേണം, ഇതൊക്കെ മേടിക്കാനായിട്ട്. അതിനൊക്കെ പലരും നമുക്ക് തരും. അങ്ങനെയാണ് ഉത്സവമാകുമ്പോൾ. അങ്ങനെ നമ്മൾ ഉത്സവവും കണ്ടു അല്ലേ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം, എല്ലാ വീഡിയോസും കാണാം കേട്ടോ. ഓക്കെ, ബൈ.